ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ LGS വേരിയസ് 2024 എല്ലാ ജില്ലയിലെയും ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ ജില്ലയിലും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് അനാലിസിസ് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ലിസ്റ്റിന് ഇപ്പം നിലവിലുള്ള 548/2019 അതിൻ്റെ അഡ്വൈസിൻ്റെ സ്റ്റാറ്റസും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് 14 ജില്ലയിലെയും കൂടെ മൊത്തത്തിലുള്ള ഒരു അനാലിസിസും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ്റെ ഡേറ്റ് വന്ന ജില്ലകളും വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കുറച്ച് ഡൗട്ടുകളൊക്കെ കുറേ ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം കൂടെ വെച്ച് ഒരു വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോ പറയുന്നത്. ഓക്കെ, ഓരോ ജില്ലയിലെയും കട്ട് ഓഫും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളോടെ നോക്കാം. അപ്പോൾ തിരുവനന്തപുരത്ത് 65.33 കട്ട് ഓഫ്, സ്റ്റേജ് 3 എക്സാം നടന്നത്. കൊല്ലത്ത് 70 കട്ട് ഓഫ്, സ്റ്റേജ് 1 എക്സാം നടന്നത്. പത്തനംതിട്ടയിൽ 52.67 കട്ട് ഓഫ്, രണ്ടാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. ആലപ്പുഴയിൽ 67.67 കട്ട് ഓഫ്, 4ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. കോട്ടയത്ത് 57.33 മൂന്നാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. ഇടുക്കിയിൽ 49.67 രണ്ടാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. എറണാകുളത്ത് 68.33 കട്ട് ഓഫ്, 4ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. തൃശ്ശൂർ 64 കട്ട് ഓഫ്, 3ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. പാലക്കാട് 73.67 കട്ട് ഓഫ്, 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. കോഴിക്കോട് 73 കട്ട് ഓഫ്, 4ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. മലപ്പുറത്ത് 61.33 കട്ട് ഓഫ്, 2ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. വയനാട് 68 കട്ട് ഓഫ്, 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. കണ്ണൂർ 59.33 കട്ട് ഓഫ്, 2ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. കാസർഗോഡ് 68 കട്ട് ഓഫ്, 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് പാലക്കാടാണ്, 73.67. ഓക്കെ, അത് 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. അതിനുശേഷം കൂടിയ കട്ട് ഓഫ് വന്നത് കോഴിക്കോടാണ്, 73 കട്ട് ഓഫ്. അതിനുശേഷം വന്നിരിക്കുന്നത് കൊല്ലമാണ്, 70. ഓക്കെ, ഇത് മൂന്നുമാണ് 70. അതും 70ഉം അതിൽ കൂടുതലും കട്ട് ഓഫ് പോയിരിക്കും. 60-ൽ താഴെ വന്നിരിക്കുന്ന കുറച്ച് ജില്ലകളുണ്ട്. 60-ൽ താഴെ പത്തനംതിട്ട 52.67, കോട്ടയം 57.33, ഇടുക്കി 49.67, അതുപോലെ തന്നെ കണ്ണൂർ 59.33. അപ്പോൾ 60-ൽ താഴെ കുറച്ച് ജില്ലകൾ വന്നിട്ടുണ്ട്. 50-ൽ താഴെ വന്നത് ഇടുക്കിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു കട്ട് ഓഫിൻ്റെ ഒരു ഐഡിയ. അപ്പോൾ 1ാമത്തെ സ്റ്റേജിൽ വന്ന പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 2ാമത്തെ സ്റ്റേജിൽ വന്ന ഇടുക്കിയിലാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ നോക്കുമ്പോഴേ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. കട്ട് ഓഫിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 1094 പേരാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിലുള്ളത്. ഓക്കെ, കഴിഞ്ഞ ലിസ്റ്റിൽ 1012 പേരാണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 737ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് അവിടെ 857 ഓക്കെ, തിരുവനന്തപുരത്ത്. ഈ കൊല്ലത്ത് ഇപ്പോഴത്തെ കട്ട് ഓഫ് 70. സ്റ്റേജ് 1 എക്സാം നടന്നത്. 634 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 601 പേരാണ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 444ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് അവിടെ 551. ഈ പത്തനംതിട്ടയിൽ 52.67 കട്ട് ഓഫ്, രണ്ടാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 403 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. പഴയ ലിസ്റ്റിൽ 365 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 251ാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 324. ആലപ്പുഴയിൽ 67.67 കട്ട് ഓഫ്, 4ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 520 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. പഴയ ലിസ്റ്റിൽ 454 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 336ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട്. 414 അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. ഇനി കോട്ടയത്ത് 57.33 കട്ട് ഓഫ്, 3ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 522 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 423 പഴയ ലിസ്റ്റ്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 365ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട്. 424 അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. ഇനി ഇടുക്കിയിൽ 49.67 കട്ട് ഓഫ്, 2ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 446 ഇപ്പോഴത്തെ ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ ഉള്ളത്. 375 കഴിഞ്ഞ ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ ഉണ്ടായിരുന്നത്. 299ാമത്തെ റാങ്കുകാരന് OCയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 353. ഇനി എറണാകുളത്ത് 68.33 കട്ട് ഓഫ്, 4ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. മെയിൻ ലിസ്റ്റിൽ 793 പേരാണ് ഇപ്പോഴത്തെ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 790 പേരും. ഓപ്പൺ കോമ്പറ്റീഷനിൽ 598ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട്. 696 ടോട്ടൽ അഡ്വൈസ്. തൃശ്ശൂർ 64 കട്ട് ഓഫ്, 3ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 687 പേരാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ, മെയിൻ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 691 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 490ാമത്തെ റാങ്കുകാരന് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 566. ഈ പാലക്കാട് 73.67 കട്ട് ഓഫ്. ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത് പാലക്കാടാണ്. 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 622 പേരാണ് അവിടെ മെയിൻ ലിസ്റ്റിൽ ഉള്ളത്.
പഴയ ലിസ്റ്റിൽ 680 പേര്, ഓപ്പൺ കോമ്പറ്റീഷനിൽ 472ാമത്തെ റാങ്കുകാരൻ വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 535. കോഴിക്കോട് 73 കട്ട് ഓഫ്. 4ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. മെയിൻ ലിസ്റ്റിൽ 690 പേര്, ഇപ്പോഴത്തെ ലിസ്റ്റ്. കഴിഞ്ഞ ലിസ്റ്റിൽ 799 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 487ാമത്തെ റാങ്കുകാരൻ വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. 571 അവിടുത്തെ ടോട്ടൽ അഡ്വൈസ്. മലപ്പുറത്ത് 61.33 കട്ട് ഓഫ്. 2ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 720 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. 689 പഴയ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ളത്. 520ാമത്തെ റാങ്കുകാരന് വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 607 ടോട്ടൽ അഡ്വൈസ്. വയനാട് 68 കട്ട് ഓഫ്. 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 344 പേരാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ 277 പേര്. ഓപ്പൺ കോമ്പറ്റീഷനിൽ 193ാമത്തെ ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. 236 ടോട്ടൽ അഡ്വൈസ്. കണ്ണൂർ 59.33 കട്ട് ഓഫ്. 2ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 648 മെയിൻ ലിസ്റ്റിൽ ടോട്ടൽ ഉള്ളത്. പഴയ ലിസ്റ്റിൽ 563. ഓപ്പൺ കോമ്പറ്റീഷനിൽ 440ാമത്തെ റാങ്കുകാരൻ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. 541 ടോട്ടൽ അഡ്വൈസ്. ഇനി കാസർഗോഡ് 68 കട്ട് ഓഫ്. 1ാമത്തെ സ്റ്റേജിലാണ് എക്സാം നടന്നത്. 398 പേരാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ളത്. കഴിഞ്ഞ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 433 പേരുണ്ട്. ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് 213ാമത്തെ റാങ്കുകാരൻ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. 282 ടോട്ടൽ അഡ്വൈസ്. അപ്പോൾ ഇതാണ് എല്ലാ ജില്ലയിലെയും ലിസ്റ്റിലെ കട്ട് ഓഫും മെയിൻ ലിസ്റ്റിലെ ആൾക്കാരും കഴിഞ്ഞ ലിസ്റ്റിൻ്റെയും കൂടെ സ്റ്റാറ്റസ്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ആൾക്കാരുടെ എണ്ണം ഇട്ടിട്ടുണ്ട്. കൊല്ലത്തും കഴിഞ്ഞ വർഷത്തെക്കാട്ടും ആൾക്കാരുടെ എണ്ണം ഇട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ ഇട്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ ഇട്ടിട്ടുണ്ട്. കോട്ടയത്ത് കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇടുക്കിയിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ ഇട്ടിട്ടുണ്ട്. എറണാകുളത്ത് കഴിഞ്ഞ വർഷത്തെക്കാട്ടും 3 പേരുടെ ആണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്. തൃശ്ശൂർ കഴിഞ്ഞ വർഷത്തെക്കാട്ടും കുറവാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാർ. പാലക്കാട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കോഴിക്കോട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറവാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. മലപ്പുറത്ത് കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ ഇട്ടിട്ടുണ്ട്. വയനാട് കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ ഇട്ടിട്ടുണ്ട്. കണ്ണൂർ കഴിഞ്ഞ വർഷത്തെക്കാട്ടും കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാസർഗോഡ് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറവാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കാസർഗോഡ്, അതുപോലെ തന്നെ കോഴിക്കോട്, അതുപോലെ തന്നെ തൃശ്ശൂർ, അങ്ങനെ 2-3 ജില്ലയിൽ മാത്രമേ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കുറച്ച് ആൾക്കാർ ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ ജില്ലയിലും കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതൽ ആൾക്കാരാണ് ഇപ്പോഴത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ഇനി ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേ ഈ ഇപ്പോഴത്തെ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ കുറച്ച് കുറയാനുള്ള സാധ്യതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ഉള്ള കുറേ ആൾക്കാർ എക്സാം എഴുതി കാണുമായിരിക്കാം. അവർ വെരിഫിക്കേഷന് പോയില്ല. അപ്പോൾ അവരതിനകത്ത് നിന്ന് ഔട്ടാവും. പിന്നെ LD മുതൽ മുന്നോട്ട് ഉള്ള കുറച്ച് എക്സാമുണ്ട്. 10th ലെവലുള്ള കുറച്ച് എക്സാമൊക്കെ എഴുതി അവർ ജോലിക്കൊക്കെ കയറിയ ആൾക്കാരുണ്ട്. ഓക്കെ, അവരൊന്നും പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരോട് അവിടെ കുറയും. കഴിഞ്ഞ് LD ഒക്കെ കിട്ടിയ അല്ലെങ്കിൽ പോലീസൊക്കെ കിട്ടിയ ആൾക്കാർ ഒക്കെ കാണും. അപ്പോൾ അവരൊക്കെ ഇതിനകത്തുനിന്ന് ഒരുപാട് പോകാനുള്ള സാധ്യതയാണെന്നെല്ലാം പറയുന്നത്. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രം നമുക്ക് കറക്റ്റായിട്ടൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി വെരിഫിക്കേഷൻ്റെ കുറച്ച് ജില്ലകൾ വന്നിട്ടുണ്ട്. അപ്പം ലാസ്റ്റിൽ വന്ന 3 ജില്ല ഒഴിച്ച്, അതായത് കൊല്ലം, കോട്ടയം, ഇടുക്കി, ഇതൊഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലെയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പം പല ആൾക്കാരും പല ജില്ല മാറി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ജില്ല മാറി എഴുതിയ ആൾക്കാർ നമ്മുടെ സ്വന്തം ജില്ല, ഇപ്പം കൊല്ലത്തുള്ള ഞാൻ ഇപ്പം പാലക്കാട് പോയി എഴുതിയെന്ന് വെച്ചോ. അപ്പം എനിക്ക് പാലക്കാടാണ് വെരിഫിക്കേഷന് പോകേണ്ടത്. പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊല്ലത്തെ നമ്മുടെ PSC ഓഫീസിൽ ചെന്നിട്ട്, അതായത് വെരിഫിക്കേഷൻ അന്ന് പോയാൽ പറ്റത്തില്ല, ഒരു 2-3 ദിവസം മുമ്പ് നിങ്ങൾ PSC ഓഫീസിൽ പോവുക. PSC ഓഫീസിൽ പോയിട്ട് നിങ്ങൾ കാര്യം പറയുക. അപ്പോൾ അവരതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൻ്റെ പ്രൊസീജിയർ പറഞ്ഞു തരും. ഓക്കെ, ഇനി അടുത്ത ഒരു ഡൗട്ടാണ്, എന്തൊക്കെയാണ് നമ്മൾ വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടത്? നമ്മൾ പ്രൊഫൈലിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുപോകാം. മെയിനായിട്ട് വേണ്ടത് SSLC സർട്ടിഫിക്കറ്റ് ഒറിജിനൽ, ആധാർ ഒറിജിനൽ, അതുപോലെ തന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ അത്, EWS, NCL, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, DED സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം. ഡിക്ലറേഷൻ പലരുടെയും ഡൗട്ടാണ്. ഡിക്ലറേഷൻ നമ്മൾ പ്രൊഫൈൽ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കൊണ്ടുപോകണമെന്ന്. അത് നിങ്ങൾ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല. കാരണം ഒരു A4 പേപ്പറല്ലേ, അത്ര വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ കൊണ്ടുപോയിക്കോ, കുഴപ്പമില്ല. അതുപോലെ തന്നെ OTV സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, നേരത്തെ ഏതെങ്കിലും ഒരു വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു OTV സർട്ടിഫിക്കറ്റ് കിട്ടും. ആ OTV സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകുക. ഇനി ഇൻകേസ് നിങ്ങൾക്ക് OTV സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ അവർ പ്രിൻ്റ് എടുത്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് OTV സർട്ടിഫിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമുക്കത് പ്രിൻ്റ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ കൈ വെച്ചിരിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇതൊന്നും വലിയ വെയിറ്റുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇവിടെയൊക്കെ കൊണ്ടുപോവുക. പിന്നെ നമ്മൾ അവർ പറയുന്ന ആ ഡേറ്റിൽ ടൈമിൽ നമ്മൾ അവിടെ പോവുക. പിന്നെ പ്രിൻ്റ് എടുത്തുകൊണ്ടൊക്കെ നമ്മൾ പ്രൊഫൈൽ മെസ്സേജ് വന്നത് പ്രിൻ്റ് എടുത്തുകൊണ്ട് നമുക്ക് പോകണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമില്ല, നമുക്കത് പ്രിൻ്റ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്നത് ഈ ബാച്ചിലാണ് നമുക്ക് വന്നിരിക്കുന്നത്, നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഓക്കെ, പിന്നെ നമ്മൾ PSC ഓഫീസിൽ നമ്മൾ പോകുന്ന സമയത്ത്
ഓരോ ബാച്ചായിട്ട് നമ്മളെ അവിടെ എത്തും. അതിനുശേഷം നമ്മൾ നേരെ അവിടെ ചെല്ലുക. അവിടെ വിളിക്കുന്ന സമയത്ത് നമ്മളവിടെ ചെല്ലുക. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നേരത്തെ വെരിഫിക്കേഷൻ പോയിട്ടുള്ളവർക്ക് അറിയാം, വെരിഫിക്കേഷൻ പോയിട്ടില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ പ്രൊഫൈൽ ആൾറെഡി അവിടെ തുറന്ന് വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ ചെല്ലുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് ആദ്യം നമ്മൾ SL സർട്ടിഫിക്കറ്റ് നോക്കും. അതിനകത്ത് പേരും കറക്റ്റ് സ്പെല്ലിംഗ് എല്ലാം കറക്റ്റായിട്ട് നോക്കും. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് നോക്കും. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ SLCയിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ അത് മാറ്റണം. അത് കറക്റ്റായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോകണം. ഓക്കെ, പേരും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് SL സർട്ടിഫിക്കറ്റ് നോക്കും. അതുപോലെ തന്നെ സ്പെല്ലിംഗ് വരെ നോക്കും. ഓക്കെ, അതുപോലെ തന്നെ ആധാറിലെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റാണ്. ഡേറ്റ് ഓഫ് ചില ആധാറിലൊന്നും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഇയറിൽ മാത്രമേ ഉള്ളൂ. ഡേറ്റ് ചില ആധാറിൽ കാണത്തില്ല, പണ്ടത്തെ ആധാറിലൊന്നും കാണത്തില്ല. അപ്പോൾ അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. ഓക്കെ, പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുക. മേജറായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവർ വേറൊരു ഡേറ്റ് തന്നു വിടത്തുള്ളൂ. ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അടുത്തുള്ള കഫേയിൽ പോയിട്ട് അവർ ക്ലിയർ ചെയ്തുകൊണ്ട് വരാൻ പറയും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ മറ്റോടെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.